ശ്രീകൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഞാനിന്ന് വളരെ ശക്തിയുള്ള, എല്ലാവർക്കും ജപിക്കാൻ സാധിക്കുന്ന, ഏറ്റവും ഫലപ്രദമായ, പെട്ടെന്ന് തന്നെ അമ്മയുടെ സംരക്ഷണം ലഭിക്കുന്ന ഒരു മന്ത്രത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. നവശക്തി മന്ത്രം. ഈ മന്ത്രം നിരന്തരം, അതായത് എല്ലാ ദിവസവും നമ്മൾ ജപിച്ചാൽ, ഏതൊരാഗ്രഹമാണോ നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ട് ജപിക്കുന്നത്, ആ ആഗ്രഹത്തിലേക്ക്, ആ ഒരു ആഗ്രഹ സഫലീകരണത്തിലേക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ നടന്നെത്തും. അതിനായിട്ട് അമ്മ മഹാമായയുടെ അനുഗ്രഹം നമുക്കുണ്ടാവും. വളരെ വളരെ അനുഭവങ്ങളുള്ള, ഒരുപാട് മനുഷ്യർക്ക് അനുഭവങ്ങൾ നൽകിയിട്ടുള്ള വളരെ ശക്തിയുള്ള ഒരു മന്ത്രമാണ്. ഇതൊരു ദേവീ മന്ത്രമാണ്. നവശക്തി മന്ത്രം എന്നാണ് ഈ മന്ത്രത്തിന് അറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് ദേവി ഉപാസകർ ഈ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത കുളിച്ച് ശുദ്ധമായിട്ടിരുന്ന് വേണം പ്രാർത്ഥിക്കാൻ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ മന്ത്രം നമ്മൾ ഒരു 9 മന്ത്രങ്ങളാണ്. ഈ മന്ത്രങ്ങൾ ഒന്നുകിൽ നിങ്ങൾക്ക് 9 തവണ ജപിക്കാം, അല്ലെങ്കിൽ 9ൻ്റെ ഗുണിതങ്ങളായിട്ട് ജപിക്കാം. 108 തവണ, അതാണ് ഏറ്റവും ശ്രേഷ്ഠം. അങ്ങനെ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. അല്ലെങ്കിൽ 1008 തവണയൊക്കെ ആളുകൾ ജപിക്കാറുണ്ട്. ഈ മന്ത്രം നിരന്തരം നമ്മൾ ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ ഈ മന്ത്രം ജപിക്കാറില്ല. ആ സമയത്ത് നമ്മൾ അമ്മയെ പ്രാർത്ഥിക്കും. നമ്മുടെ മനസ്സിൽ ഏത് സമയത്തിരുന്നാണോ നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത്, ആ സമയത്ത് പീരീഡ്സ് ആയിരിക്കുന്ന സമയങ്ങളിലാണെങ്കിൽ നമ്മൾ കുളിച്ച് ആ സമയത്ത് നമ്മുടെ മുറിയിലിരുന്നിട്ട് അമ്മ മഹാമായയോട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കും. ആ ഒരു ആഗ്രഹം നമുക്ക് സാധിച്ചു കിട്ടുന്നതിനായിട്ട്. ചില മനുഷ്യർക്ക് കടത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും അവൻ്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി. അല്ലെങ്കിൽ ചിലർക്ക് വീട് വെക്കുന്നതായിരിക്കും, ചിലർക്ക് ജോലി കിട്ടുന്നതായിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള പ്രയോറിറ്റീസ് ഒരു മനുഷ്യനുണ്ട്. അപ്പോൾ ഏറ്റവും അത്യാവശ്യമുള്ള ഏത് കാര്യമാണോ ആ ഒരു കാര്യം മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ ഒരു കാര്യം എനിക്ക് എത്രയും പെട്ടെന്ന് നടന്നു കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം നിരന്തരം എല്ലാ ദിവസവും പ്രാർത്ഥിച്ചാൽ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് ഒഴിവാക്കുക. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ജപിക്കാവുന്നതാണ്, കുട്ടികൾക്കും ജപിക്കാവുന്നതാണ്. പരീക്ഷയിലൊക്കെ വിജയം നേടുന്നതിനായിട്ട് ഈ മന്ത്രം നിരന്തരം ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഉന്നതമായ വിജയങ്ങൾ കരസ്ഥമാക്കാനായിട്ട് സാധിക്കും. ധാരാളം ആളുകളെ എനിക്ക് പരിചയമുണ്ട്. ഈ മന്ത്രം നിരന്തരം ജപിച്ച് അവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടായതായിട്ട് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ആർക്കും ദ്രോഹമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് ആപത്തുണ്ടാകാൻ വേണ്ടി ഈ മന്ത്രം ജപിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് വിപരീത ഫലത്തെ കൊണ്ടുവന്ന് നൽകും. പക്ഷേ നമുക്കെന്തെങ്കിലും നമ്മുടെ ജീവിതത്തിന് അത്യാവശ്യമായ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ശത്രുദോഷത്തിന് എന്താണ് ചെയ്യേണ്ടതെന്ന്. ശത്രുദോഷത്തിന് നമ്മുടെ ശത്രു ആരാണെന്ന് നമ്മൾ മനസ്സിൽ കണ്ടിട്ട് ആ ആൾ നശിച്ചു പോകണം എന്ന് കരുതി അങ്ങനെയല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ നാമം. ഇപ്പോൾ ശത്രുക്കളെ കൊണ്ടുള്ള ശല്യം നമുക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ നാമം ജപിച്ചിട്ട് ദുഷ്ടശക്തികളിൽ നിന്ന് നമുക്ക് സംരക്ഷണം നൽകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. മറ്റ് ദുഷ്ടന്മാരുടെ ആക്രമണത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കണം, അങ്ങനെ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. അതായത് ഒരു വ്യക്തിയെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് അയാൾക്ക് ഇന്ന ദോഷം ഉണ്ടാകണമേ എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ല. ദുഷ്ടശക്തികൾ എന്ന് പറയുമ്പോൾ അമ്മയ്ക്കറിയാം ഏത് ഉപദ്രവത്തിൽ നിന്നാണ് നമ്മളെ രക്ഷിക്കേണ്ടതെന്ന്. അപ്പോൾ ആ ഉപദ്രവം അമ്മ മാറ്റിത്തരികയും നമ്മളെ മുമ്പോട്ട് നയിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്. കാരണം ധാരാളം ആളുകൾ മറ്റുള്ള ആളുകളുടെ ഉപദ്രവം കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞത്. നമുക്ക് സമാധാനം നൽകണം, നമുക്ക് സ്വസ്ഥമായി ജീവിക്കാൻ സാധിക്കണം, മറ്റുള്ള ആളുകളുടെ ദുഷ്ടത്തരങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കണം. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ എന്താഗ്രഹമാണോ സാധിക്കേണ്ടത് ആ ആഗ്രഹം ഭഗവതിയുടെ തൃപ്പാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം നിരന്തരം ജപിച്ചുകൊള്ളുക. ജപിച്ചൊരു 10-21 ദിവസമാകുമ്പോൾ തന്നെ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ, അതായത് നമ്മളുടെ ആ ആഗ്രഹം നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില വഴികൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്നതാണ്. പക്ഷേ ശുദ്ധമായ ഹൃദയത്തോടുകൂടി, ഭക്തിയോടുകൂടി അംബികയെ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. ഇനി ആ മന്ത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, നിങ്ങൾ എഴുതിയെടുത്തുകൊള്ളുക. ഓം ഹ്രീം നമഃ. ഓം വേദാത്മികായേ നമഃ. ഓം ത്രിശക്തിയേ നമഃ. ഓം സ്വസ്ഥായേ നമഃ. ഓം ഭുവനേശ്വര്യേ നമഃ. ഓം
മഹായോഗിന്യൈ നമഃ. ഓം സാമപ്രിയായൈ നമഃ. ഓം ത്രികോണസ്ഥായൈ നമഃ. ഓം ത്രിപുരാത്മികായൈ നമഃ. ഇതാണ് 9 നാമങ്ങൾ. ഈ 9 നാമങ്ങൾ നമ്മൾ ഭക്തിയോടുകൂടി ഈ 9 നാമങ്ങൾ ഇങ്ങനെ ഒരു തവണ ഒരു സെറ്റ് ജപിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ആവർത്തിക്കാവുന്നതാണ്. അങ്ങനെ 9ൻ്റെ ഗുണിതങ്ങളായിട്ട് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. കഴിയുന്നതും ഒരേ സമയത്ത് തന്നെ ജപിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. അതിരാവിലെയുള്ള ജപം, ആ ജപം വളരെ വളരെ ശ്രേഷ്ഠമാണ്. പ്രത്യേകിച്ച് ബ്രഹ്മമുഹൂർത്തത്തിലൊക്കെയുള്ള ജപം വളരെ വളരെ ശ്രേഷ്ഠമാണ്. പ്രത്യേകിച്ച് നമ്മൾ ദേവീക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് ഭഗവതിയുടെ ആ തിരുക്ഷേത്രത്തിലിരുന്നു കൊണ്ട് ഈ മന്ത്രം ജപിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. ദേവിക്ക് വെളുത്ത നിറത്തിലുള്ള പൂക്കളോ അല്ലെങ്കിൽ ചുവന്ന നിറത്തിലുള്ള പൂക്കളോ സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. നമുക്ക് ഓരോ മന്ത്രങ്ങളും ഓരോ നാമങ്ങളും നമ്മൾ ജപിക്കുമ്പോൾ കുറച്ച് പൂക്കൾ, ഇനിയിപ്പോൾ അത് വെള്ളപ്പൂക്കളോ അല്ലെങ്കിൽ ചുവന്ന പൂക്കളോ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഏത് പൂക്കളാണോ കിട്ടുന്നത് ആ പൂക്കൾ, ഇപ്പോൾ പലതരത്തിലുള്ള പൂക്കൾ മിക്സ് ചെയ്തിട്ടാണെങ്കിൽ എങ്ങനെയായാലും മതി, ഒരു നിലവിളക്ക് തെളിയിച്ച് വെച്ചിട്ട് നിങ്ങൾ ആ വിളക്കിൻ്റെ ചുവട്ടിലേക്ക് ഓരോ മന്ത്രവും ഓരോ നാമവും നിങ്ങൾ ജപിക്കുമ്പോൾ ആ വിളക്കിൻ്റെ ചുവട്ടിലേക്ക് ഈ പുഷ്പങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ലളിതാ സഹസ്രനാമ അർച്ചന ചെയ്യുമല്ലോ, അതേപോലെ ജപിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. അതാണ് ഏറ്റവും ഉത്തമം. ശരിയായ വിധി അങ്ങനെയാണ്. അങ്ങനെ ഒരു അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. നിങ്ങൾ എല്ലാ ദിവസവും ലളിതാ സഹസ്രനാമം ജപിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ മന്ത്രം കൂടി അക്കൂട്ടത്തിൽ ജപിക്കാവുന്നതാണ്. കാരണം ഇത് വളരെ ശ്രേഷ്ഠമായൊരു മന്ത്രമാണ്. പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ ഒരു ഫലം ലഭിക്കുന്നതാണ്. കാരണം ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അംബികയോട് എനിക്ക് ഈ ഒരു കാര്യം നേടിത്തരണമെന്ന് മനസ്സിൽ നിരീച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കുമ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് അംബിക നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു നിത്യസാധന പോലെ ഈ ഒരു 9 നാമങ്ങൾ നമ്മൾ നിരന്തരം ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വളരെ ശ്രേഷ്ഠമാണ്. പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികളെയൊക്കെ കൊണ്ട് അവർക്ക് കുറേ സമയം ഇരുന്ന് ജപിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ജപിക്കില്ല. കാരണം ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഇരിക്കാൻ പറഞ്ഞാൽ അവർ ഓടിപ്പോകും. പക്ഷേ അവരെ ഈ 9 നാമങ്ങൾ കുറച്ച് സമയമല്ലേ ഉള്ളൂ, ഒരു 9 തവണയെങ്കിലും അല്ലെങ്കിൽ ഈ 9 നാമങ്ങൾ ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ജപിപ്പിച്ച് നോക്കുക, അർച്ചന പോലെ. അപ്പോൾ അവരിരുന്ന് പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് അവരത് ജപിച്ച് കഴിയും. അപ്പോൾ അങ്ങനെ ഒന്ന് ജപിപ്പിച്ച് എന്നിട്ട് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകണം, നല്ല വിദ്യ ഉണ്ടാകണം, പരീക്ഷയിൽ വിജയം ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ച മക്കളെ ഇങ്ങനെ ജപിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജപിച്ചുകൊള്ളും. അങ്ങനെ ഒരു നിത്യസാധന പോലെ ഈ ഒരു മന്ത്രം ജപിച്ചുകൊള്ളുക. വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. കാരണം അത്രത്തോളം ശക്തിയുള്ള അംബികയുടെ മന്ത്രമാണ്. കാരണം അമ്മയുടെ പരിരക്ഷ എല്ലാ മക്കൾക്കും വളരെയധികം ആവശ്യമാണ്. അതുകൊണ്ട് മറ്റ് എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകുകയും അമ്മയുടെ കരങ്ങൾ നമ്മളെ ചേർത്ത് പിടിക്കുകയും ചെയ്യും. അങ്ങനെ അംബികയുടെ സംരക്ഷണം നമുക്കുണ്ടായാൽ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നമുക്ക് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ യാതൊരു ഉപദ്രവവും പുറത്തുനിന്നുള്ള യാതൊരു ഉപദ്രവവും നമുക്ക് ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഒരു നാമം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. എല്ലാവരും നിരന്തരം അംബികയോട് പ്രാർത്ഥിക്കുക. അമ്മ മഹാമായയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.